വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി കൂട്ടബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ പേരാമംഗലം സിഐ മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ റേഞ്ച് ഐജിയുടെ നിർദ്ദേശപ്രകാരം സിറ്റി പോലീസ് കമ്മീഷണറാണ് നടപടിയെടുത്തത്. അതേസമയം പരാതിക്കാരിയുടെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോർത്തിയെന്നാരോപിച്ച് അനിൽ അക്കര MLA DGPക്ക് പരാതി നൽകി. ഭർത്താവിന്റെയും മൊഴിയെടുപ്പ് 2ാം ദിവസം തുടർന്നു. 2016 ഓഗസ്റ്റ് മാസത്തിൽ നൽകിയ പരാതിയിന്മേൽ മൊഴിയെടുപ്പിനായി വിളിച്ചു വരുത്തിയ പേരാമംഗലം CI മണികണ്ഠൻ അപമര്യാദയായി പെരുമാറിയെന്ന വീട്ടമ്മ ആരോപണം ഉന്നയിച്ചിരുന്നു. ദിവസം മുഴുവൻ സ്റ്റേഷനിൽ ഇരുത്തി കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിച്ചുവെന്നും കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതിക്കാരി ആരോപിച്ചു. കോടതിയിൽ മൊഴി തിരുത്തി നൽകാൻ CI മണികണ്ഠന്റെ സാന്നിധ്യത്തിൽ മൊഴി പഠിപ്പിച്ചെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കുന്ന മൊഴിയെടുപ്പിലും പരാതിക്കാരി ആരോപണത്തിൽ ഉറച്ചുനിന്നു. ഇതോടെയാണ് അന്വേഷണ വിധേയമായി CIയെ സസ്പെൻഡ് ചെയ്യാൻ തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ കമ്മീഷണർ ഹിമേന്ദ്രനാഥിന് നിർദ്ദേശം നൽകിയത്. അതേസമയം അന്വേഷണ സംഘത്തിലെ വനിതാ CI എലിസബത്ത്, സിവിൽ പോലീസ് ഓഫീസർ പ്രിയ എന്നിവർ മൊഴിയുടെ വിശദാംശങ്ങൾ പോലീസ് അസോസിയേഷൻ നേതാവിന് ചോർത്തി നൽകിയെന്ന് അനിൽ അക്കര MLA ആരോപിച്ചു. പേരാമംഗലം CIക്ക് മൊഴിയുടെ വിവരങ്ങൾ ലഭിക്കാനാണ് CIക്ക് കീഴിലുള്ള സ്റ്റേഷനിലെ CPO ആയ പ്രിയയെ സംഘത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് അനിൽ അക്കര DGPക്ക് പരാതി നൽകി. നവംബർ 4-ന് ശേഷം അന്വേഷണ സംഘങ്ങൾ നടത്തിയ എല്ലാ ഫോൺ വിളികളും പരിശോധിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം ജയന്തനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ IG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി വിഷയത്തിൽ കെ രാധാകൃഷ്ണൻ ഇരയുടെ പേര് പറയരുതായിരുന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സംഭവിച്ചത് സംഭവിച്ചുവെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്ത് പറഞ്ഞു. ശബരിമല പ്രവേശന കാര്യത്തിൽ സ്ത്രീ പുരുഷ സമത്വമാണ് CPM നിലപാടെന്നും യെച്ചൂരി വ്യക്തമാക്കി. Well, on every one of them, party is very promptly acting and acting correctly, and we'll make sure that such things which are not correct are not allowed. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനമാകാമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് VS സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നതായും സർക്കാർ വ്യക്തമാക്കി. അതേസമയം സർക്കാർ അടിക്കടി നിലപാട് മാറ്റുന്നത് അംഗീകരിക്കാനാകില്ലെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. തുടർവാദം നടക്കുന്ന സമയത്ത് എതിർപ്പ് പരിഗണിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമാകാമെന്ന് 2007 ഇടതുപക്ഷ സർക്കാർ നിലപാടെടുത്തിരുന്നു. പിന്നീട് വന്ന UDF സർക്കാർ ഇക്കാര്യത്തിൽ മാറ്റം വരുത്തുകയും 10 മുതൽ 60 വരെ പ്രായമുള്ള സ്ത്രീകളുടെ പ്രവേശനത്തെ എതിർക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദേവി ഗുപ്ത ഇക്കാര്യത്തിൽ 2007 നിലപാട് ആവർത്തിച്ചു. സ്ത്രീകളുടെ പ്രവേശനത്തെ എതിർക്കുന്നത് സർക്കാർ നിലപാടല്ല, പ്രവേശനം അനുവദിക്കുന്ന 2007 സത്യവാങ്മൂലത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ സർക്കാരിന് അടിക്കടി നിലപാട് മാറ്റാനാകില്ലെന്നും ഇതിനെ എതിർക്കുന്നതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. എതിർപ്പ് സുപ്രീംകോടതി ഇന്ന് അംഗീകരിച്ചില്ല. പിന്നീടുള്ള വിശദവാദങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡിന്റെ എതിർപ്പിൽ നിലപാട് അറിയിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ശാരീരിക കാരണങ്ങളാൽ ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം തടയാനാകുമോ എന്ന സംശയം സുപ്രീംകോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. ക്ഷേത്രത്തിൽ പോകണമോ വേണ്ടയോ എന്നത് സ്ത്രീകളുടെ തീരുമാനം മാത്രമായിരിക്കും. സ്വകാര്യ മഠങ്ങളും പൊതുക്ഷേത്രങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. വിശദമായ വാദം കേൾക്കാൻ കേസ് ഫെബ്രുവരി 20 മാറ്റി. കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട പന്തളം രാജകുടുംബവും അയ്യപ്പ സേവാ സംഘവും സുപ്രീംകോടതിയെ സമീപിച്ചു. പക്ഷേ എല്ലാവരെയും കേസിൽ കക്ഷികളാക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി അവസാന ദിവസം വാദം കേൾക്കാമെന്നും അറിയിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സത്യവാങ്മൂലത്തിലെ അപാകതകൾ പരിഹരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇക്കാര്യത്തിലുള്ള എതിർപ്പ് വിശദമായ വാദം നടക്കുന്ന ദിവസങ്ങളിൽ അറിയിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. കേരള ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറക്കുന്നത് അഭിഭാഷക മാധ്യമ തർക്കം രൂക്ഷമാക്കുമെന്ന് സുപ്രീം കോടതിയെ ഹൈക്കോടതി അറിയിച്ചു. മുതിർന്ന അഭിഭാഷകർ ഇടപെട്ട് തർക്കം പരിഹരിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. അഭിഭാഷക മാധ്യമ തർക്കം സംബന്ധിച്ച് ഈ മാസം 21-ന് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായ കോടതി റിപ്പോർട്ടിംഗിന് അവസരമൊരുക്കണമെന്ന് ലോയേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. മാധ്യമ അഭിഭാഷക തർക്കം പരിഹരിക്കാതിരിക്കാൻ ചിലർ ആസൂത്രിത ശ്രമം നടത്തുന്നതായും ലോയേഴ്സ് യൂണിയൻ പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു. മാധ്യമ വിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ നൽകിയ ഹർജിയിലാണ് മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി നിലപാടറിയിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറന്നാൽ അഭിഭാഷക മാധ്യമ തർക്കം രൂക്ഷമാകും. തർക്കം സംബന്ധിച്ച് കേരള ചീഫ് ജസ്റ്റിസ് സ്വമേധയെടുത്ത കേസ് ഈ മാസം 21-ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് ഹൈക്കോടതിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി ഗിരി വ്യക്തമാക്കി. അതുവരെ സുപ്രീംകോടതി കാത്തിരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം സുപ്രീംകോടതി അംഗീകരിച്ചു.
കേരളത്തിലെ മുതിർന്ന അഭിഭാഷകർ ഇടപെട്ട തർക്കം പരിഹരിച്ചുകൂടെയെന്നും ഇതിനിടയിൽ സുപ്രീം കോടതി ആരാഞ്ഞു. ജൂലൈയിൽ ആരംഭിച്ച പ്രശ്നം പരിഹാരം കാണാതെ നീളുകയാണെന്ന് പത്രപ്രവർത്തക യൂണിയനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം നടത്താൻ സുപ്രീം കോടതി ഇടപെടണം. കേരള ബാർ അസോസിയേഷന്റെ ആവശ്യം പരിഗണിച്ച കേസിൽ കക്ഷി ചേരാനും സുപ്രീം കോടതി അനുമതി നൽകി. വിവിധ കോടതികളിലേക്ക് തർക്കം വ്യാപിക്കുകയാണെന്നും പ്രശ്നപരിഹാരത്തിനാണ് ബാർ അസോസിയേഷൻ ശ്രമിക്കുന്നതെന്നും അഭിഭാഷകർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദാബെയും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാർക്കോഴ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. സർക്കാരിനോട് നിലപാട് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് നോബൽ മാത്യു ആണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഒക്ടോബർ വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് CPM നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വർഷത്തെ പരിപാടികൾക്ക് തുടക്കമായി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സല്യൂട്ട് സ്വീകരിച്ചു. UP തെരഞ്ഞെടുപ്പിൽ BJPയെ ജനം തിരസ്കരിക്കുമെന്ന് യെച്ചൂരി അഭിപ്രായപ്പെട്ടു. ഒക്ടോബർ വിപ്ലവത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഒരു വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാന വ്യാപക പ്രചരണത്തിനാണ് CPIM തയ്യാറെടുക്കുന്നത്. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള മഹാസമ്മേളനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി 16 ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 6000-ഓളം ചുവപ്പ് സേനാംഗങ്ങൾ നഗരത്തെ ചുവപ്പണിയിച്ചുകൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രവേശിച്ചു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി റെഡ് വാളണ്ടിയർമാരെ പ്രത്യഭിവാദ്യം ചെയ്തു. ഇന്ത്യൻ ദേശീയത എന്നാൽ ഹിന്ദുത്വ ദേശീയത എന്നാണ് BJP പ്രചരിപ്പിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സീതാറാം കുറ്റപ്പെടുത്തി. BJP ഭരണത്തിന് കീഴിൽ ജവാനും കിസാനും ആത്മഹത്യ ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. That Prime Minister Modi must realize that the first talaq he got was in the Delhi Assembly elections when the BJP lost. The second talaq he got was in the Bihar Assembly elections. Now in the UP Assembly elections, the third talaq will be given to them, and that is what is going to be the destiny if all of us unite to create, save India first and then to create a better India. സോവിയറ്റ് യൂണിയൻ നിലനിന്നതുകൊണ്ടാണ് ഫാസിസത്തിന് ലോകം കീഴടക്കാൻ കഴിയാതെ പോയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോ ആഹ്ലാദിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് പോലും പിന്നീട് ഖേദിക്കേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഒക്ടോബർ വിപ്ലവാനന്തരം നിലവിൽ വന്ന സോവിയറ്റ് ഭരണകൂടമെന്ന് VS അച്യുതാനന്ദൻ ഓർമ്മിപ്പിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ വെച്ച് RSS കേരളത്തിൽ 1980 ശേഷം കൊലപ്പെടുത്തിയ 204 രക്തസാക്ഷികളുടെ ചരിത്രം വിവരിക്കുന്ന ആൽബം പ്രകാശനം ചെയ്തു. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.